ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ 2025 ജനുവരി മാസത്തെ ഓരോ നക്ഷത്രക്കാരുടെയും താൽക്കാലിക ഫലങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2025 ജനുവരി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ധനുമാസത്തിൻ്റെ പകുതിയും വരുന്നുണ്ട്, മകരമാസത്തിൻ്റെ പകുതിയും വരുന്നുണ്ട്. അപ്പം സൂര്യന് തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ 2 രാശികളിലായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു താൽക്കാലിക അനുഭവ വ്യത്യാസം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാം. അതെങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ ജനുവരി മാസത്തെ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മകനക്ഷത്രക്കാരുടെ ഫലം നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ 5-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ജനുവരിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജോലി സംബന്ധമായിട്ട് ഔദ്യോഗിക കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നതാണ്. നമ്മുടെ പ്രവൃത്തികളിൽ തെറ്റ് സംഭവിക്കുന്നത് കൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ടോ ഒക്കെ അധികാരികളിൽ നിന്ന് വഴക്കോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ വാണിങ്ങൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കുറയുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കണ്ടക ശനി സമയമാണ്. ശനി ഇപ്പോൾ മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാരകഫലമൊന്നും ഉണ്ടാകുകയില്ല. 7-ൽ ശനിയാണെങ്കിൽ പോലും അത് കുംഭൻ രാശിയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശനിയുടെ ഇഷ്ടരാശിയാണ് കുംഭൻ രാശി. അതുകൊണ്ട് തന്നെ വലിയ ദോഷം ഉണ്ടാകുകയില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും ഒരു ധൈര്യക്കുറവ്, ഒരു വൈമുഖ്യം, ഒരു മടി, ഇങ്ങനെ പല അനുഭവങ്ങൾ ഈ സമയത്ത് തോന്നാം. സ്വതവേ ചിങ്ങക്കൂറിൽപ്പെട്ട ആൾക്കാർ പല കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ മിടുക്കരാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ചെറിയ ധൈര്യക്കുറവ് അനുഭവപ്പെട്ടേക്കാം. ജനുവരി പകുതിക്ക് ശേഷം അനുഭവങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടും. സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാകും, ബിസിനസ്സിൽ നിന്നും ആദായമുണ്ടാകും, കുടുംബപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നൊക്കെ കുറവ് ഉണ്ടാകും. പക്ഷേ ഈ ദാമ്പത്യത്തിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം 7-ലെ ശനി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒക്കെ ഉണ്ടാകാം. വലിയ ദോഷകരമല്ല എങ്കിൽ പോലും നമുക്ക് മനസ്സിന് ചെറിയൊരു വേദനയുണ്ടാക്കുന്ന സംസാരമോ പെരുമാറ്റമോ ഒക്കെ ഉണ്ടാകാം. പിന്നെ ഇൻഷുറൻസ്, ചിട്ടി, നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ, ബാങ്ക്, FD തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ നേരത്തെ നിക്ഷേപിച്ചിരുന്ന ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിരുന്ന ഷെയറുകളിൽ നിന്നൊക്കെയുള്ള ആദായം ഈ സമയത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ദാമ്പത്യത്തിലെ സ്വൈര്യതക്കുറവാണ് പൊതുവേ മകം നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടയുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ മാസത്തിൻ്റെ പകുതിയിൽ പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ. അടുത്തത് പൂരം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. പൂരം നക്ഷത്രവും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. അവർക്കും പൂർണ്ണമായിട്ട് അനുകൂലമല്ല സാഹചര്യങ്ങൾ. കാരണം 7-ൽ ശനി സഞ്ചരിക്കുകയാണ്. ഓരോ കാര്യത്തിനും ഒന്നിലേറെ തവണ ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ഈ 7 എന്ന് പറയുന്നത് പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്ന ഭാവമായതുകൊണ്ട് പങ്കാളിത്ത വ്യാപാരത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഒരു സംതൃപ്തിക്കുറവായിരിക്കും അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പലതരം ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാം. എന്നാൽ അതേസമയത്ത് ഒരു ഗുണഫലം എന്ന് പറയുന്നത് വിദേശയാത്രയ്ക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. ഗവേഷണ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉള്ളവർക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്ത് അവർക്കൊരു പ്രശസ്തിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കായിക മത്സരങ്ങളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഭൂമി വിൽക്കാനുള്ള ശ്രമം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അത്ര വിജയിക്കണമെന്നില്ല. 2-ാമത്തെ പകുതിയിൽ അത് സാധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് അനുകൂല കാലഘട്ടമാണ്. മംഗളകർമ്മങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ഉത്രം നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം ചിങ്ങക്കൂറിലും ബാക്കി 3/4 ഭാഗം കന്നിക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കന്നിക്കൂറിൽ വരുന്നവർക്ക് ശനിയെ കൊണ്ടുള്ള ദോഷം കുറഞ്ഞിരിക്കും എന്ന് മാത്രമല്ല 6-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം ഗുണകരവുമാണ്. പക്ഷേ ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക്, അതായത് ഉത്തരത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെട്ടവർക്ക് 7-ൽ ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് അത്ര ഗുണകരവുമല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാകും. പൊതുവേ നോക്കുമ്പോൾ ഒന്നിലേറെ തവണ ശ്രമിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത്. എന്നാൽ ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയും അച്ഛനമ്മമാരുടെയൊക്കെ പിന്തുണ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകരുടെ, സഹപാഠികളുടെയൊക്കെ പിന്തുണ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശാരീരിക സൗന്ദര്യം, ആരോഗ്യമൊക്കെ കീപ്പ് ചെയ്യാനുള്ള
പലവിധ നടപടികൾ ആരംഭിക്കും. രാവിലെ എഴുന്നേറ്റുള്ള നടപ്പോ എക്സർസൈസോ ഒക്കെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ജോലി ലഭിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പരമ്പരാഗതമായിട്ട് നമുക്ക് വീതമായിട്ട് കിട്ടിയ വസ്തു വിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രോഗികളായിട്ട് ചികിത്സ തേടിക്കൊണ്ടിരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ചികിത്സിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രോഗമുക്തി ലഭിക്കാനുള്ള യോഗവും ഉണ്ട്. പിന്നെ ഭാവിയെപ്പറ്റി നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ടും ഈ ജനുവരി മാസത്തിൽ ഉത്തര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ പാദക്കാർക്ക് മാത്രമാണ് ഒരല്പം മാനസിക സംഘർഷം ഉണ്ടാകാൻ ഇടയുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങളിൽ കൂടെ കടന്നു പോകാം എന്നുള്ളതാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ബുധനെ സംബന്ധിച്ച് ബുധൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ കന്നിരാശിയിൽപ്പെട്ട അത്തം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. കന്നിക്കൂറിലാണ് അത്തം നക്ഷത്രം വരുന്നത്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. 6 ശനി നിൽക്കുന്നതും ഗുണകരമാണ്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുന്നതാണ്. വ്യാപാര രംഗത്തൊക്കെ പുതിയ കാൽവയ്പ്പുകൾ നടത്താനായിട്ട് സാധിക്കും. തൊഴിൽ രംഗത്ത്, അതായത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നവർക്ക് കുറച്ച് സ്വാതന്ത്ര്യക്കുറവൊക്കെ തോന്നിയേക്കാം. പിന്നെ ചില സമയത്ത് നമുക്കൊരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഭാഗ്യാധിപനായ വ്യാഴം 9-ലാണ്, അത് വക്രഗതിയിലുമാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഇങ്ങനെ ഏറിയും കുറഞ്ഞും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴും ഭാഗ്യം നമ്മളെ കടാക്ഷിക്കണം എന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ദുഃഖങ്ങളും ഉണ്ടാകാം. പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാൻ നമ്മൾ നോക്കുമെങ്കിലും അതൊന്നും എപ്പോഴും സാധിക്കണമെന്നില്ല. സാമ്പത്തികമായിട്ട് പൊതുവേ ഗുണകരമാണ്. കടബാധ്യതകളൊക്കെ കുറച്ചൊക്കെ പരിഹരിക്കാനായിട്ട് അത്തം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ജനുവരി. അതെപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു തടസ്സം വന്നേക്കാം, പിന്നെ ആ കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ശനിയും അവർക്ക് അനുകൂലമാണ്. ചിത്തിരയുടെ ആദ്യ പകുതിയിൽപ്പെട്ടവർക്ക് 6 ശനി ആയതുകൊണ്ട് അനുകൂലമാണ്. സഹോദരന്മാരുമായിട്ട് നല്ല ബന്ധം പുലർത്താനായിട്ട് സാധിക്കും. അവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ സഹപ്രവർത്തകരിൽ നിന്ന് ചില നിസ്സഹകരണമൊക്കെ അനുഭവപ്പെട്ടേക്കാം. അത് വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ പെർഫോമൻസ് കുറച്ച് നന്നായിരിക്കുമ്പം ചെറിയൊരു അസൂയ മനുഷ്യ സഹജമായിട്ട് ഉണ്ടായേക്കാം. എന്നാൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും നമുക്ക് ആ ഒരു പ്രശ്നം തോന്നുകയില്ല. പക്ഷേ ആ സഹകരണക്കുറവ് നമുക്ക് ചെറിയൊരു വേദന ഉണ്ടാക്കുമെന്ന് മാത്രം. വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിയിട്ട് സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. സ്ത്രീജനങ്ങളുടെ സഹകരണം ലഭിക്കുന്നതാണ്. കലാപരമായിട്ട് നല്ല പുരോഗതി ഉണ്ടാകാൻ ഇടയുള്ള സമയമാണ്. പ്രത്യേകിച്ച് ചിത്രരചനയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പഠനത്തിൽ താല്പര്യമുണ്ടാകും. നല്ല റിസൾട്ട് നേടാനായിട്ട് സാധിക്കും. പുതിയ സംരംഭങ്ങളിലേക്ക് എടുത്തു ചാടാതിരിക്കുക എന്നുള്ളതാണ് ഈ ജനുവരി മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു വശത്ത് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ എപ്പോഴും ഏതൊരു കാര്യത്തിലും പണം മുടക്കുമ്പോൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രം ചെയ്യുക. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഗുണകരമായ അവസ്ഥയാണുള്ളത്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനും അതിനുള്ള ടീമിനെ ഫോം ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ മേഖലകളിലെ കമ്പനികളിലൊക്കെ പ്രവർത്തിക്കുന്ന മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു സമയമാണ്. പ്രായോഗികമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ശത്രുക്കൾ അധികരിക്കും എന്നുള്ള ഒരു പ്രശ്നവുമുണ്ട്. നമ്മൾ പല കാര്യങ്ങളിലും വെട്ടിത്തുറന്ന് പറയുകയും നമ്മൾ ലീഡ് ചെയ്തിങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കൾ ഉണ്ടായേക്കാം. വ്യാപാരത്തിൽ പുതിയ മേഖലകളിൽ വ്യാപാരം വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയ ആളുകളുമായിട്ട് വ്യാപാരം വിപുലീകരിക്കാനായിട്ട് സാധിക്കും. സൽക്കർമ്മങ്ങൾ ധാരാളമായിട്ട് ചെയ്യാൻ പറ്റും. പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യമാണ്. പുതിയ വീട് വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. കുടുംബ ബന്ധങ്ങളൊക്കെ കുറച്ചുകൂടെ സുദൃഢമായിട്ട് മുന്നോട്ട് പോകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കുറേയേറെ ധനം സമ്പാദിക്കാനുള്ള യോഗമുണ്ട്. മാസത്തിൻ്റെ 2ാം പകുതി അത്ര ഗുണകരമല്ല ചോതി നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ കരാറുകളൊക്കെ
നടപ്പാക്കുമ്പോൾ, കരാറുകൾ ഒക്കെ ഒപ്പിടുമ്പോൾ വളരെയേറെ ശ്രദ്ധ പുലർത്തണം. രേഖകൾ കൃത്യമായിട്ട് സൂക്ഷിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ GST ബില്ല് പോലുള്ള കാര്യങ്ങളൊക്കെ, ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അല്ലെങ്കിൽ അത് സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് ചില പ്രതികൂല നടപടികൾ ഉണ്ടാകാം. വിശാഖം നക്ഷത്രമാണ് അടുത്തത്. വിശാഖം നക്ഷത്രം, നക്ഷത്രത്തിൻ്റെ നക്ഷത്രദശാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴത്തിന് വക്രഗതിയാണ് ഉള്ളത്. അപ്പം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പല പദ്ധതികളും നടപ്പാകാതെ ദുഃഖം ഉണ്ടായേക്കാം. വിശാഖം 2 കൂറിലായിട്ടാണ് വരുന്നത്. തുലാക്കൂറിൽ വരുന്ന 3/4 ഭാഗമുണ്ട്. അവസാന പാദം വൃശ്ചിക കൂറിലുമാണ് വരുന്നത്. അതിൽ തുലാക്കൂറുകാർക്ക് ജോലി നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ അധികാരികളുടെ പ്രീതി, പ്രൊമോഷൻ, ശമ്പള വർധന ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിൽ. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അലസത ഉണ്ടാകും. വാക്കുകൾ ഒരല്പം പരുഷമായിട്ടാണ് പുറത്തേക്ക് വരാൻ സാധ്യത. ചൊവ്വയുടെ ഒരു രാശിയാണല്ലോ വൃശ്ചികം. ഇപ്പോൾ ചൊവ്വയുടെ സ്ഥാനം കൂടെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ സംസാരത്തിലൊരു മാന്യതയും സൗമ്യതയും ഒക്കെ പാലിക്കുന്നത് നല്ലതാണ്. സഹപ്രവർത്തകരുമായിട്ട് പല കാര്യങ്ങളിലും തർക്കമുണ്ടാകാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊരല്പം ഞെരുക്കം അനുഭവപ്പെടാനിടയുള്ള കാലമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് കലാപരമായ കാര്യങ്ങളിലൊക്കെ നല്ല നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ധനപരമായ കാര്യങ്ങളിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തുള്ളവർ കൃത്യമായ കണക്കുകൾ, ബില്ലുകൾ ഒക്കെ സൂക്ഷിക്കേണ്ടതാണ്. അടുത്ത അനിഴമാണ്. അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് വൃശ്ചികക്കൂറിലാണ് വരുന്നത്. എപ്പോഴും ഒരുപാട് അറിവ് നേടാനായിട്ട് ശ്രമിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് അനിഴ നക്ഷത്രക്കാർ. പ്രായോഗിക സമീപനം സ്വീകരിക്കുന്നതിലും അവർക്ക് മടിയുള്ള ആൾക്കാരല്ല. ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ അവർക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത്, തത്വങ്ങളെക്കാളും. അപ്പം ഒരു കാര്യത്തിലും അവർ പല പല തത്വങ്ങൾ പറഞ്ഞാലും അവർ പ്രായോഗിക സമീപനം കൂടെ സ്വീകരിക്കും. വൃശ്ചിക കൂറിൻ്റെ അധിപനായ ചൊവ്വയ്ക്ക് നീചരാശി സ്ഥിതിയാണുള്ളത്. കർക്കിടകത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള അപമാനങ്ങൾ നേരിട്ടേക്കാം. ജോലി സ്ഥലത്തോ മേലധികാരികളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ഒക്കെ പല രീതിയിൽ മുറിവേൽപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് സാരമില്ല, അതൊരു ഗ്രഹാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക, അത് വിട്ടുകളയുക. കച്ചവടത്തിൽ സാമാന്യമായ പുരോഗതി ഉണ്ടാകും. ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ മനസ്സിന് മുറിവേൽക്കുന്ന അനുഭവങ്ങളുണ്ടാകുമ്പം പെട്ടെന്ന് നമ്മളങ്ങ് തളർന്നു പോകും. ഒരുപാട് പേര് ഞാനിങ്ങനെ ഇത്രയൊക്കെ ഉപകാരം ചെയ്തവരാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ തോന്നും. പക്ഷേ അതൊക്കെ അങ്ങ് വിട്ടുകളയുക. നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വ്യാപാരത്തിലൊക്കെ നല്ല പുരോഗതി കിട്ടുന്ന കാലഘട്ടമാണ്. നമ്മൾ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും വിജയിക്കാനായിട്ട് സാധ്യതയുണ്ട്. ധനവരവ് നല്ലപോലെ കിട്ടുന്ന സാഹചര്യമാണ്. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വേർപെട്ട് താമസിക്കേണ്ട, 2 സ്ഥലത്തൊക്കെ ആയിട്ട് താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. സാഹചര്യം കൊണ്ടാണ്, പിണങ്ങിയല്ല, സാഹചര്യം കൊണ്ട് അങ്ങനെ ഉണ്ടാകാം. പിന്നെ ശത്രുക്കൾ കുറച്ചൊക്കെ ഉണ്ടാകും. നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നല്ല സാമ്പത്തികമൊക്കെ ഉണ്ടാകും. അപ്പം ചെറിയൊരു ശത്രുതയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകാം. ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലുള്ള ജോലി മാറ്റിയിട്ട് മറ്റൊരെണ്ണം സ്വീകരിക്കാനായിട്ട് ഈ സമയം അത്ര അനുകൂലമല്ല. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതാണ്. എപ്പോഴും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിമർശനങ്ങളോ മുറിവേൽപ്പിക്കലോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ടയും വൃശ്ചികക്കൂറി വരുന്ന നക്ഷത്രമാണ്. തൊഴിൽ മേഖലയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. കാരണം രാശിനാഥനായ ചൊവ്വയ്ക്ക് നീചരാശി സ്ഥിതിയാണല്ലോ ഉള്ളത്. അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്തിയാടി ചെയ്യുന്ന പല കാര്യങ്ങളിലും അബദ്ധം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നല്ല ആജ്ഞാശക്തി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അധികാരം നല്ല രീതിയിൽ പ്രയോഗിക്കാനായിട്ട് സാധിക്കും എന്നൊരു ഗുണമുണ്ട്. പിന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ പരാജയം ഉണ്ടായേക്കാം. അതൊക്കെ വേണ്ട എന്ന് വെക്കാനുള്ള സാധ്യതയുണ്ട്. വ്യവസായ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം അല്പം കുറയുന്ന ഒരു മാസമാണ്. പുതിയ വീട് വാങ്ങിക്കാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവരുടെയും അഭിപ്രായം സമന്വയിച്ച് ഒരു വീട് വാങ്ങിക്കാൻ
സാധിക്കണമെന്നില്ല. നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളൊരു വീട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് നമ്മുടെ അഭിപ്രായവുമായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയം നമ്മുടെ പുറകെ വരുന്നുണ്ട്. തൽക്കാലത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. സാമ്പത്തികമായിട്ടൊരു ചിലവൽപ്പം വർദ്ധിക്കുന്ന സമയമാണ്. പിന്നെ ചൊവ്വയുടെ ഒരു രാശി മാറ്റം ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിട്ടെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം ഒരല്പം നീട്ടിവെക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് നിശ്ചയമോ വിവാഹമൊക്കെ അല്പം കൂടെ മുന്നോട്ട് പൊക്കോട്ടെ എന്നുള്ള അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലമായിട്ട് ജനുവരി മാസത്തെ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ 2025 ജനുവരി മാസം നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹമൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രവർത്തന മേഖലകളൊക്കെ ഐശ്വര്യ സമ്പൂർണ്ണമാകട്ടെ. ബിസിനസ്സൊക്കെ നല്ല ആദായകരമാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ബിസിനസ് മാത്രമല്ല, കൃഷിയും മറ്റ് ചില്ലറ വ്യാപാരങ്ങളാണെങ്കിലും മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.